പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. നന്ദിയോട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ ഞങ്ങൾ അനേക വിഷയങ്ങളുമായിട്ട് പിന്നെയും ദൈവത്തേക്ക് നോക്കുന്നു. കർത്താവ് ലീഡ് ചെയ്യാനും കർത്താവ് നീന്റെ ഭൃത്യന്മാരെ ബലപ്പെടുത്തണേ, പ്രാർത്ഥിപ്പാൻ സഹായിക്കണേ. കർത്താവ് പാട്ടുപാടുന്ന സഹോദരിക്കായി സ്തോത്രം. കർത്താവ് ബലപ്പെടുത്തണേ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണേ. എല്ലാവരെയും പ്രാർത്ഥിപ്പാൻ ബലപ്പെട്ട കർത്താവ്. അവസാനമായി ദൈവം സൂക്ഷിക്കുന്ന അങ്ങയുടെ വിലയുടെ ഭൃത്തനായി പ്രാർത്ഥന കർത്താവ് സഹായിക്കണേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നിപ്പോൽക്കാലം കർത്താവ് ഒരു അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമീൻ. ഇപ്പോഴ് പാട്ടുപാടി നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ നിഷ ആൽബിനും UK ചേർന്നിട്ടുണ്ടോ? നിഷ സിസ്റ്റർ ഉണ്ടല്ലോ. ഉണ്ട് പാസ്റ്റർ, ഉണ്ട്. ഉണ്ട്. നിഷ സിസ്റ്റർ പാട്ടുപാടി ലീഡ് ചെയ്യുന്നത്. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. പ്രത്യേകാൽ പ്രാർത്ഥനത്തിലൂടെ പ്രഭാത പ്രാർത്ഥനയിൽ അടിയനും ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്ന. പ്രത്യേകാൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കും അതുപോലുള്ള ദൈവമകൾക്കും ക്രിസ്തുവേശുവിന്റെ സ്നേഹവും നിലത്തെ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ബെൻസൺ പാസ്റ്റർക്കും നന്ദി പറയുന്നു. പ്രത്യേകാൽ ദൈവം നമുക്ക് ഒരു ദിവസം കൂടെ ദാനമായി തന്നല്ലോ. ആരോഗ്യത്തോടെ, ആയുസ്സോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ, സ്വസ്ഥതയോടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ, ദൈവം ചെയ്ത നന്മകളെ, ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് ചേർന്ന് ഒരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് തന്നെ അടിയൻ പാടാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് ദൈവത്തെ പാടി ആരാധിക്കാം. ദൈവം നല്ലവൻ, എന്നും നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, എന്നും നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും. ദൈവം നല്ലവൻ. അവങ്കലേക്ക് നോക്കിയോർ പ്രശോഭിതരായി, ആരും നിലനിൽക്കുകയില്ല അവർക്കെതിരായി. അവങ്കലേക്ക് നോക്കിയോർ പ്രശോഭിതരായി, ആരും നിലനിൽക്കുകയില്ല അവർക്കെതിരായി. ദൂതർ ഭക്തർ ചുറ്റും നിൽക്കും വന്മതിലായി, ദുഷ്ടർ പോകും കാറ്റുപാറ്റിടും പതിരായി. ദൂതർ ഭക്തർ ചുറ്റും നിൽക്കും വന്മതിലായി, ദുഷ്ടർ പോകും കാറ്റുപാറ്റിടും പതിരായി. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും. ദൈവം നല്ലവൻ. വിണ്ടലമ്പു മണ്ഡലവും സൃഷ്ടിക്കും മുൻപേ ഉണ്ടനിക്കനാദിയായി ദൈവമായി തന്നെ. വിണ്ടലമ്പു മണ്ഡലവും സൃഷ്ടിക്കും മുൻപേ ഉണ്ടനിക്കനാദിയായി ദൈവമായി തന്നെ. തലമുറകൾക്കാശ്രയമാം നല്ലവൻ തന്നെ, മറന്നിടാതെ കാത്തിടുന്നു നിത്യവും നമ്മെ. തലമുറകൾക്കാശ്രയമാം നല്ലവൻ തന്നെ, മറന്നിടാതെ കാത്തിടുന്നു നിത്യവും നമ്മെ. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ, ഞാൻ രുചിച്ചറിഞ്ഞു പാടും. ദൈവം നല്ലവൻ. എന്തും എന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എന്തിനെന്നകം കലങ്ങി ചോദിക്കില്ല ഞാൻ. എന്തും എന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും
എന്നകം കലങ്ങി ചോദിക്കില്ല ഞാൻ. നൊന്തൊഴുകും കണ്ണുനീർത്തൻ പൊന്നുപാദത്തിൽ ചിന്തി ഞാൻ തുടർന്നു പാടും ദൈവം നല്ലവൻ. നൊന്തൊഴുകും കണ്ണുനീർത്തൻ പൊന്നുപാദത്തിൽ ചിന്തി ഞാൻ തുടർന്നു പാടും ദൈവം നല്ലവൻ. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ പാടിയ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ നടുവിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ എന്തിനെന്ന് അകം കലങ്ങി ചോദിക്കാതെ കണ്ണുനീരോടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരുന്നാൽ ദൈവം നല്ലവനെന്ന് രുചിച്ച് അറിഞ്ഞവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. ആ ദൈവത്തെ നമ്മൾ പാടിയ പാട്ട് പോലെ ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവനായി നമ്മളോട് കൂടെ ഇരുന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഏതവസ്ഥയിലും നമ്മെ നന്നായി അറിയുന്ന കർത്താവിന്റെ കരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്. ഹബക്കുക്ക് പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു: അത്തിവൃക്ഷം തളർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടും തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടാകുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കുമെന്ന് ഹബക്കുക്കിന്റെ പ്രവചനത്തിൽ പറയുന്നത് പോലെ നമുക്ക് വളരെ പ്രത്യാശയോടെ ദൈവത്തിൽ ആനന്ദിക്കുവാനും ദൈവത്തിൽ നമ്മുടെ രക്ഷയായ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കുവാനും ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും ഒരു പാട്ടും കൂടെ പാടി ദൈവത്തെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാവുന്ന ഒരു പാട്ട് തന്നെ, ആശ്രയം യേശുവിൽ എന്നതിനാൽ എന്ന പാട്ട് പാടി കർത്താവിനെ നമുക്ക് വീണ്ടും പാടി ആരാധിക്കാം. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസം എന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യമിക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ. ഇത്ര സൗഭാഗ്യമിക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാം. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരെ മന്നിലുള്ളൂ, മന്നിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരെ മന്നിലുള്ളൂ, മന്നിലുള്ളൂ. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കാൽവരിനാഥനൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊതുങ്ങുകില്ല. കാൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊടുങ്ങിയില്ല. മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ, വാഴുന്നവൻ. മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ
കർത്താതി കർത്താവായി വാഴുന്നവൻ ആശ്രയമേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ തന്നുയർത്തന്ന ജീവനാഥൻ എന്നഭയം എന്നാൽ മുഴുവൻ തന്നുയർത്തന്ന ജീവനാഥൻ എന്നഭയം എന്നാൽ മുഴുവൻ ഒന്നിനും തന്നിടാമെന്നിയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാം ഒന്നിനും തന്നിടാമെന്നിയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാം ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ കാരീരും വാണിയാൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ കാരീരും വാണിയാൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ ആശ്രയമേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന ദൈവദാസന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രം. നിഷ സിസ്റ്റർ, നല്ല പാട്ടായിരുന്നു. എം എ ചെറിയാച്ചായന്റെ പാട്ടായിരുന്നു. നല്ല പാട്ട് കേട്ടോ. ബ്രദറുടെ പാട്ടാന്ന് പറഞ്ഞാൽ നല്ല പ്രത്യാശയുള്ള പാട്ടായിരുന്നു. സഹോദരിയ രാവിലെ 2 പാട്ട് പാടിയത് നമുക്കെല്ലാം അനുഗ്രഹമാകുന്നു. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ അനുഭവം ആശ്രയം യേശുവിൽ. ആ പ്രത്യാശയുള്ള പാട്ട് പാടുവാൻ പ്രിയ സഹോദരിയെ ബലപ്പെടുത്തിയവർ തുടർന്ന് സഹായിച്ചാട്ട് ഇനിയുള്ള ദിവസങ്ങളിലും കണ്ടിന്യൂസ് നിഷ സിസ്റ്റർ പാടുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് തലയിലടക്കം നമ്മുടെ ഓമന സിസ്റ്റർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ലീഡ് ചെയ്യുന്നതിന് സൗകര്യം ബലപ്പെടുത്തി ഈ 2 വിഷയങ്ങൾ ഓർത്തുകൊണ്ട് എല്ലാ വിഷയങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമഹത്വപ്പെടുമാറാകട്ടെ. നീ പ്രഭാത സമയത്ത് പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് അടിയനെയും ബലപ്പെടുത്തേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും ഓരോ ദിവസവും വിജയത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, സൗഖ്യത്തിന്റെ വാർത്ത കേൾപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മൾക്ക് ഇടയാക്കേണ്ടതിന് വേണ്ടി ഒരു മനസ്സോടെ, വിശ്വാസത്തോടെ, ഉറപ്പും ധൈര്യത്തോടുകൂടി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ പറയുക. ഓക്കെ. എന്റെ മോന് വേണ്ടിയിട്ട് നേരത്തെ പ്രാർത്ഥിച്ചിരുന്നു. അവന്റെ പരീക്ഷ വരുവാനിടയായി. സഹായിച്ചു അറിയിക്കുന്നു.
ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇന്നലെ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് കടന്നു പോകാൻ ദൈവം സഹായിച്ചു. ദൈവഹിതമാണെങ്കിൽ അത് ഇന്റർവ്യൂ പാസ്സാകുവാൻ ദൈവം സഹായിക്കണം. അത് ലഭിച്ചാൽ തന്നെയും അവിടെ ഇത്തിരി ദൂരമുള്ളൊരു സ്ഥലത്ത് തന്നെ ആണ് ജോലി. അങ്ങോട്ട് പോകാനുള്ള സാഹചര്യങ്ങളും അതുപോലെ കുഞ്ഞിന്റെ സ്കൂളിന്റെ സാഹചര്യങ്ങളും ഒക്കെ ഒരുങ്ങി വരേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ദൈവഹിതമാണെങ്കിൽ മാത്രം അത് ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ. ഓക്കെ, ആർക്കെങ്കിലും ഒരാൾക്ക് ഈ 2 വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സുനി തോമസ് പറഞ്ഞ വിഷയം, മോന്റെ പരീക്ഷയെല്ലാം കഴിഞ്ഞു, ദൈവമായ കർത്താവ് നല്ലവണ്ണം അതെല്ലാം അറ്റൻഡ് ചെയ്യുവാൻ തക്കവണ്ണം എല്ലാം ഇടയാക്കി. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നിഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്റർവ്യൂ കഴിഞ്ഞു, ദൈവത്തിന് ഹിതമാണെങ്കിൽ ആ ജോലി ലഭിക്കണം, കടന്നു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകണം. ദൈവമായ കർത്താവ് ഈ 2 വിഷയങ്ങളിലും അത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. സ്തോത്രം 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 കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ, നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ പല ദേശങ്ങളിലെ പല ഭവനങ്ങളിലൊക്കെ ആയിരിക്കുന്നുവെങ്കിലും അപ്പൻ്റെ പാദവിടത്തിൽ ഞങ്ങൾ ഒന്നിച്ച് മുഴങ്കാലം മുടക്കുവാൻ തക്കോണം എൻ്റെ കർത്താവ് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, പ്രിയ കർത്താസി പറഞ്ഞതായ വിഷയങ്ങളെല്ലാം അപ്പൻ്റെ പൊന്നുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പച്ചാ പരീക്ഷ എഴുതിട്ട് നിൽക്കുന്ന കുഞ്ഞിനെ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അവൻ പരീക്ഷ എഴുതാൻ പോയപ്പോഴും കർത്താവെ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട പരീക്ഷ എഴുതാൻ തക്കോണം പൈതലിനെ കർത്താവ് ബലപ്പെടുത്തിയ സഹായിച്ച കൃപയ്ക്കായി ഞങ്ങൾ നന്ദി ഹൃദയത്തോടെ സ്തുതിക്കുന്നു. കർത്താവെ, എൻ്റെ റിസൾട്ടുകളൊക്കെ കടന്നു വരുമ്പോൾ അപ്പ നല്ല വിജയം, അനുഗ്രഹിക്കപ്പെട്ട വിജയം എൻ്റെ കർത്താവ് നല്ല മാർക്കോടുകൂടി അല്ലെ പൈതൽ പാസ്സാവാൻ തക്കോണം എൻ്റെ കർത്താവ് സഹായിക്കണേ അപ്പ. അടുത്ത അല്ലേലിയ അധ്യയന വർഷത്തേക്ക് പൈതൽ കടന്നു പോകാനല്ലേലിയ സന്തോഷത്തോടെയൊക്കെ ആയിരിക്കാൻ പൈതലിനെ സഹായിക്കുമാറാകണമേ കർത്താവെ. അവൻ ആഗ്രഹിച്ച തുറമുഖത്തെത്തുവാനുള്ള കൃപ പൈതലിന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭവനത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ച് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചിമോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പച്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങള് പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ്, നല്ലൊരു ജോലി കർത്താവ് അവൾക്ക് കൊടുക്കണം. കർത്താവ്, ഡ്രൈവിങ്ങിന്റെ ലൈസൻസിനൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് എൻ്റെ കർത്താവ് തക്ക സമയത്ത് നടത്തുവാൻ തക്കോണം കർത്താവ് സഹായിക്കണം. അതിന് നല്ലൊരു വിജയം കർത്താവ് കൊടുത്ത പൈതലിനെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലി ഇന്റർവ്യൂ കഴിഞ്ഞത് അല്പം ദൂരെയാണെന്ന് കേട്ടല്ലോ, എന്നാലും ദൈവഹിതമാണെങ്കിൽ എൻ്റെ പൈതലിന് ആ ജോലി കർത്താവ് കൊടുക്കണം. കുഞ്ഞിന്റെ സ്കൂൾ യാത്ര, അവരുടെ ഭവനത്തിന്റെ യാത്രകളൊക്കെ അല്പ ദൂരമാണെങ്കിലും അതെല്ലാം അപ്പൻ്റെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. അപ്പൻ്റെ ഹിതത്തിനൊത്തവണ്ണം കർത്താവ് എവിടെയെന്ന് വെച്ചാല് അവിടെ പൈതലിന് ഉചിതമാർക്കത്തിന് വഴി കർത്താവ് ഒരുക്കി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ കൃപയും കരുതലും അവരോടുകൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അൽവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അല്ലേലിയ കർത്താവിന്റെ വേലയിലൊക്കെ അവർ വർദ്ധിച്ചു വരുവാനും എൻ്റെ കർത്താവ് അവരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ പോക്കിലെ വരവില് വാഹനയാത്ര, ജോലി മേഖലകളെ, സ്കൂൾ യാത്രയിലൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പിഞ്ചു പൈതലിനെ ഏൽപ്പിക്കുന്ന വാലാഷ്ടെന്നൊക്കെ വിടുവിക്കണമേ കർത്താവെ. അവനെ സ്കൂളിലൊക്കെ കടന്നു പോകുന്നെങ്കിലും കർത്താവിന്റെ കാര്യം പൈതലിനോടുകൂടി ഇരിക്കണമേ കർത്താവെ. വാലാഷ്ടെന്നൊക്കെ കർത്താവ് വിടുവിക്കണം. കർത്താവ് വളർന്ന് നല്ല പൈതലായി, ദൈവത്തിന് ഇഷ്ടമുള്ള പൈതലായി, അല്ലെ ഭവനത്തിന് അല്ലെ അനുഗ്രഹമായി, ദേശത്തിന് അനുഗ്രഹമുള്ള പൈതല്, സഭയ്ക്ക് അനുഗ്രഹമുള്ള പൈതലായി വളരുവാൻ പൈതലിനെയും കർത്താവ് സഹായിക്കണം. പത്യദേശത്തിൽ വളർത്തുവാന് മാതാപിതാക്കളെയും കർത്താവ് ബലപ്പെടുത്തണം. കർത്താവെ, പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, മാനവും മഹത്വം കർത്താവിന് വരവിനാ ഒരുക്കണം. സകലതും ജീവമേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഈ വിഷയങ്ങൾ രണ്ടിലും അത്ഭുതം പ്രവർത്തിച്ചതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം 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 സ്തോത്രം. ഇനി അടുത്ത വിഷയങ്ങൾ പറയാം. ആന്റി പ്രൈസ് ലോർഡ്. അമലെ ആന്റി പ്രൈസ് ലോർഡ്. സുനി തോമസ് പറഞ്ഞത് ശ്രദ്ധിച്ചില്ല. സുനി തോമസിന്റെ എബൻമോന്റെ എക്സാം, +1 എക്സാമിന്റെ റിസൾട്ട് ആണ് ഇന്നലെ വന്നത്. കുഞ്ഞിന് നല്ലൊരു റിസൾട്ട് ദൈവം കൊടുത്തു. അതാണ് സുനി തോമസ് പറഞ്ഞത്. പരീക്ഷ കഴിഞ്ഞു എന്നാ ഞങ്ങള് കേട്ടെ. അതെ, ശരി. അപ്പൊ കുഞ്ഞിന്റെ റിസൾട്ട് ഇന്നലെ വന്നു. അവന്
നല്ലൊരു റിസൾട്ട് ദൈവം കൊടുത്തു. +1 അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം. കുഞ്ഞിന്റെ പരീക്ഷയൊക്കെ നന്നായി എഴുതുക. സ്വർഗത്തിലെ അപ്പച്ചൻ അവിടുന്ന് സഹായിച്ചു. പൈതലിന് കൊടുത്ത നല്ല വിജയത്തിനായി സ്തോത്രം കർത്താവേ. അപ്പ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തന്നു. ആ നല്ല വിജയം കേൾക്കുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. മാനവും മഹത്വവും കർത്താവിന്. വരവിനാ ഒരുക്കണ സകലതും ജീവൻ വച്ച് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഞാൻ അടുത്ത വിഷയം പറയാം. പിന്നെ ഞങ്ങളുടെ മോൻ ജോയല് ജാർഖണ്ഡിന്റെ പ്രദേശത്തായിരിക്കുന്നുവല്ലോ. പിന്നെ ജോലിയുള്ള ബന്ധത്തിൽ സുവിശേഷ വേല ആയിട്ടായിരിക്കുന്നു. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് നാൾ മുമ്പാണ് BJPക്കാര് അവിടെ പ്രശ്നം ഉണ്ടാക്കി ഒരു കമ്പനി അവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അവരെ ജോലി പഠിപ്പിച്ച് അവരെ അതിലാക്കാൻ വേണ്ടി തന്നെ ഒരു കമ്പനി അവിടെ തുടങ്ങിയതായിരുന്നു. അത് BJPക്കാര് പൂട്ടിച്ചായിരുന്നു. പിന്നെ ദൈവത്തിന്റെ കൃപയാൽ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരാഴ്ച മുമ്പ് അത് തുറന്നു. അപ്പം എന്തോ പ്രശ്നമാണെന്ന് അറിയത്തില്ല. ഇന്ന് രാവിലെ അവിടെ മിനിസ്റ്ററുമായിട്ട് മീറ്റിംഗ് ആണ്. മോന് അതിന് കടന്നു പോകണം. ദൈവത്തിന്റെ വലിയ കൃപ ലഭിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കുകയാണ്. ആ നാട്ടുകാരെ തന്നെ ഉദ്ധരിക്കാൻ, ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് അവിടെ സ്കൂളുകളൊക്കെ ഉണ്ട്, സ്കൂളുകളും തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അവർ തന്നെ പ്രശ്നം ഉണ്ടാക്കി അതൊക്കെ തന്നെ പൂട്ടിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും അതൊരു പ്രശ്നം അല്ലെങ്കിൽ അതൊരു മറ്റൊരു പ്രയാസമായി തീരാതെ വണ്ണം ദൈവത്തിന്റെ കൃപ അവൻ നൽകി കൊടുക്കുവാനായിട്ട് അത് വേണ്ടതുപോലെ ദൈവഹിതമാണെങ്കിൽ അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥന ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ദൈവം അനുവദിച്ചാൽ ഞാനും ചോദിച്ചാലും പിന്നെ ക്രിസ്റ്റി ഇവിടെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണല്ലോ. കുഞ്ഞുങ്ങളുമായിട്ട് 31-ാം തീയതി വെളുപ്പിന് ജാർഖണ്ഡിന്റെ പ്രദേശത്തേക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രത്യേകമായിട്ട് ആ വിഷയത്തിലും പ്രാർത്ഥന ചോദിക്കുകയാണ്. എനിക്കും ശാരീരികമായിട്ട് പല പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ദൈവത്തിന്റെ വലിയ കൃപ എനിക്ക് ആവശ്യമായിരിക്കുന്നു. എങ്കിലും കുഞ്ഞുങ്ങളെ ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ പോകാതെ നിവൃത്തിയില്ല, അതുകൊണ്ട് പോവുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ഷേബയും കുടുംബത്തെ ഏൽപ്പിച്ചും പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടുക്കട്ടെ. സ്തോത്രം. ഇനി അടുത്ത വിഷയം ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ മേരി മാത്യു. പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. എൻ്റെ പ്രവീൺമാനതി ഓസ്ട്രേലിയ ദേശത്തായിരിക്കുന്നവന് അവന് പഠിച്ച അനുസരിച്ച് ഒരു ജോലി അവന് ലഭിക്കണം. ദൈവഭാഗത്തേക്ക് കടന്നു വരണം. കുഞ്ഞുങ്ങൾ 4 പേരും കൊച്ചുമക്കളും എൻ്റെ ഹസ്ബൻഡും ദൈവഭാഗത്തേക്ക് കടന്നു വരണം. ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസിയാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. തുടർന്ന് ഒരു ആത്മീയ ജീവിതം കൂടുതലായിട്ട് ദൈവത്തെ അറിഞ്ഞു വയ്ക്കാനുള്ള കൃപ ദൈവം നൽകേണ്ടതിന് വേണ്ടി ദൈവങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. സ്തോത്രം. ഓക്കെ, ആർക്കെങ്കിലും ഒരാൾക്ക് വിഷയങ്ങൾ പ്രാർത്ഥിക്കാം. നമ്മുടെ സാറാമ്മ ജോയി ആന്റിയുടെ മോൻ ജോയല് വിഷയങ്ങൾ എല്ലാവരും കേട്ടല്ലോ. അവിടെ ഒരു കമ്പനി തുടങ്ങി പൂട്ടിച്ചു. ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. ദൈവമായ കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിക്കണം. പിന്നെ ആന്റിക്കും അങ്കിളിനും കൂടെ അവിടെ കടന്നു പോകണം. ശാരീരികമായി അതിനു വേണ്ട ബലം വേണം. പിന്നെ നമ്മുടെ മേരി മാത്യു ആന്റിയുടെ കുടുംബം നമ്മളെന്നും പ്രാർത്ഥിക്കുന്നത് പോലെ ഈ 2 വിഷയങ്ങളെ ഓർത്ത് ഒരാൾക്ക് പ്രാർത്ഥിക്കും. സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പജാനിയോടെ സ്തോത്രം. മഹാകാരുണ്യവാന നിത്യനും പരിശുദ്ധനുമായിരിക്കും ഞങ്ങളുടെ നല്ല യേശു കർത്താവേ. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാത സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. നാഥനെ കാലേലിയ രാവിലെ സമയത്ത് കർത്ത തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കിയാണ്. അപ്പൊ ഞങ്ങളുടെ കാലേലിയ വിഷയങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്തു വരികയാണ് കർത്താവേ. ഞങ്ങൾ ധൈര്യത്തോടെ കൃപാസനത്തോളം ഒന്ന് അടുത്തു വരികയാണ് അപ്പച്ച. നാഥനെ ഇതുവരെ ഞങ്ങളെ വഴി നടത്തിയ നല്ല ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, പ്രിയ സറം ആന്റി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. നാഥനെ മോൻ ജോയൽ കർത്താവ് നാഥ ജാർഖണ്ഡിന്റെ ദേശത്തായിരിക്കുന്നുവല്ലോ. പരിശുദ്ധ പിതാവേ, നാഥ നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവേ നാഥ ദൈവമേ, ആ ദേശത്തായിരിക്കുമ്പോൾ ദൈവികമായ പ്രത്യേകമായ പരിപാലനം ഞങ്ങൾ ചോദിക്കുകയാണ് കർത്താവേ. എന്റെ ദൈവമേ, നാഥ ഞങ്ങളുടെ നടപ്പുകളും എടുപ്പുകളും എല്ലാം അറിയുന്ന നല്ല ദൈവം. അപ്പൊ അതിന്റെ കുഞ്ഞു കർത്ത ഫേസ് ചെയ്യുന്ന വിഷയം അപ്പച്ചനോടൊന്ന് അറിയുന്നു. അപ്പനെ നാഥ ദേശത്ത് കർത്ത ഒരു കമ്പനി തുടങ്ങി. എന്നാൽ കർത്താവെ BJPക്കാർ അത് പൂട്ടിച്ചു എന്ന് കേൾക്കുവാനിടയായി. അപ്പച്ചനെ നാഥ വീണ്ടും കർത്താവെ നാഥ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് മിനിസ്റ്ററുമായിട്ടുള്ള സംസാരത്തിന്റെ ദിവസമാണ്. ഇന്ന് മിനിസ്റ്റർ മീറ്റ് ചെയ്യുന്ന ദിവസമാണ്. പരിശുദ്ധ പിതാവേ, അധികാരികളുടെ മനസ്സ് നീർത്തോട് കണക്കെ കർത്താവിന്റെ കരങ്ങളിൽ ഇരിക്കുന്നുവല്ലോ.
അപ്പൊ നിനക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് കർത്താവ് നീ അതിനെ തിരിക്കുന്ന ദൈവമായിരിക്കാല് ആമേ കർത്താവ് ഇന്ന് പകൽക്കാലം കർത്താവേ അപ്പ പ്രിയ ചോല് കർത്താവേ നാദമിനിശ്രമം മീറ്റ് ചെയ്യുമ്പോൾ ആമേ കർത്താവ് അനുകൂലവും അനുഗ്രഹവുമായ വാർത്തകളെ ലഭിക്കുവാനും ആമേ കർത്താവ് സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വാർത്തകൾ ഞങ്ങളുടെ കാതുകളിൽ എത്തുവാനും കർത്താവ് സഹായിച്ചിടുന്ന അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതിനെ കമ്പനിയൊക്കെയും കർത്താവ് ഏറെ അനുഗ്രഹമായി തീരട്ടെ കർത്താവേ, ഏറെ അഭിവൃദ്ധി പ്രാപിക്കുവാൻ തക്കോണം സ്വർഗീയ രാജാവ് അവിടെ പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കയില്ല എന്നുള്ള അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ കർത്താവ്. നല്ല കർത്താവ് അവിടുന്ന് പ്രവർത്തിക്കുകയും ഉത്തരമുള്ളുകയും ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയാന്റെയും ഖാലേലിയ പ്രിയാങ്കളും ഖാലേലിയ ക്രിസ്ത്യൻ കുഞ്ഞുങ്ങളുമായിട്ട് കർത്താവേ നാഥ ഹല്ലേലൂയ 31-ാം തീയതി കർത്താവേ ജാർഖണ്ഡിന്റെ ദേശത്തിന് കടന്നു പോകുന്നു. യേശുപ്പച്ച നാഥ അവരുടെ യാത്രയിൽ കൂടെ ഇരിക്കണമേ. ആമേ കർത്താവരുടെ ഖാലേലിയ സ്തോത്രം കർത്താവ് ആരോഗ്യം കർത്താവേ പ്രത്യേകം ഞങ്ങൾ ചോദിക്കുകയാണ് കർത്താവേ. പ്രിയാന്റിയുടെ ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയ രാജാവേ ആമേ കർത്താങ്ങാണ് പറഞ്ഞിരിക്കുന്ന രോഗശാന്തിയും ആരോഗ്യവും വരുത്തിയതിനെ അനുഗ്രഹിക്കുമെന്ന് അതേ കർത്താങ്ങളുടെ വചനം കർത്താവ് അപ്രകാരം തന്നെ നിറവേറപ്പെടുമാറാകട്ടെ കർത്താവ്. നിന്റെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ കടന്നു പോകുവാനും ആരോഗ്യത്തോടെ എവിടെ ആയിരിക്കുവാനും ആരോഗ്യത്തോടെ മടങ്ങി വരുവാനും കർത്താവ് സഹായിച്ചിടുന്ന അനുഗ്രഹിക്കുമാറാകണം. യാത്രയിലുടനീളം കർത്താവിന് സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ കർത്താവ് മോശവയ്ക്കായി സ്തോത്രം ചെയ്യട്ടെ കർത്താവ്. ദൈവമേ നിന്റെ കുഞ്ഞും കർത്തായിരിക്കുന്ന ആ സ്ഥാനത്ത് അവരെയും കർത്താവോടൊന്ന് കരുതി കാവൽ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ കർത്താവ് പ്രിയ സാറമേന്റെ കുടുംബത്തെ കർത്തങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ കർത്താവെ പ്രിയ മേരി മാത്യു സഹോദരി പ്രത്യായ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകൾ പ്രത്യേകമായിട്ട് വിശ്വാസത്തിൽ ഇറങ്ങിയിരിക്കുന്നു. പരിശുദ്ധ പിതാവേ നാഥനെ കാലിൽ അങ്ങ് അവിടുന്ന് അത്ഭുതത്തിന്റെ ക്രിയകളെ ചെയ്യണം കർത്താവേ. നാഥനെ കുടുംബത്തിലുള്ളവരെല്ലാവരും കർത്താവേ ഈ ക്രിസ്തുവിനെ ഒന്ന് തിരിച്ചറിയുവാന് ഈ നല്ല വീണ്ടെടുപ്പുകാരനെ ഒന്ന് തിരിച്ചറിയുവാന് അപ്പനെ നാഥ അവരുടെ ഉള്ളത്തോട് കർത്താവ് ഒന്ന് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ കർത്താവ് കുഞ്ഞുങ്ങളൊക്കെയും കർത്താവേ ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കണം കർത്താവേ. ആമേ കർത്താവ് മക്കളും കൊച്ചുമക്കളും എല്ലാവരും കർത്താവേ ആമേ കർത്താവ് വീണ്ടെടുപ്പുകാരന്റെ പാദപിടുത്തോടൊന്ന് ചേർന്നിരിക്കുവാന് അപ്പാ കാലിലെ പ്രിയ മാതാവിനോട് ചേർന്ന് കർത്തങ്ങയെ മഹത്വപ്പെടുത്തുവാന് സ്വർഗീയ രാജാവേ അങ്ങ് അവിടുന്ന് പ്രവർത്തിക്കണമേ. അങ്ങേക്ക് പ്രവർത്തിക്കാൻ അപ്പൊ ഒരു സെക്കൻഡ് മതിയല്ല കർത്താവേ. അമ്മയെ കർത്താങ്ങ് അവിടുന്ന് പ്രവർത്തിച്ചാട്ട് കർത്താവേ ആ കുടുംബം ഒന്നടങ്ക ഹല്ലേലൂയ അമ്മയെ കർത്ത ക്രിസ്തുവെ സന്തോഷിക്കുവാന് ക്രിസ്തുവിനോട് ചേർന്ന് കർത്തങ്ങയെ ആരാധിപ്പാനോ കർത്താവ് സഹായിച്ചിടുന്ന അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഓസ്ട്രേലിയ ദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവേ അങ്ങ് കരുതുകയും ചെയ്യണമേ. ആയിരിക്കുന്ന ആ സ്ഥാനത്തും കർത്താവേ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കർത്ത കടന്നു ചെന്ന് അവരുടെ ഹൃദയങ്ങളെ കർത്ത രൂപാന്തരപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തില് പ്രിയ ഹല്ലേലൂയ ആമേ കർത്ത മേരി മാത്യു സഹോദരിയെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആമേ കർത്താവിടുന്ന് പ്രാർത്ഥനകളെ യാചനകൾ കൈക്കൊണ്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇനി അടുത്ത വിഷയം ആർക്കെങ്കിലും പറയോ? ആന്റി ഞാൻ സജിനിയാണ്. എന്റെ കുഞ്ഞുങ്ങളെ എന്റെ കുടുംബത്തെ പ്രാർത്ഥിക്കാൻ ആവശ്യമില്ല. ഓക്കെ ഓക്കെ പ്രാർത്ഥിക്കാം. അടുത്തത് ഞങ്ങളെയും കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് കാലേബോന് ഒരു നല്ല സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കണം, അതോർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഓക്കെ, ഞാനൊരു വിഷയം പറയാം. നമ്മുടെ നോർത്ത് ഇന്ത്യ ഓർത്ത് പ്രാർത്ഥിക്കണം. അതോടുകൂടി ഭയങ്കരമായ സുവിശേഷ വിരോധികളുടെ ഇത് നടക്കുകയാണല്ലോ അവിടെ. അപ്പൊ ആ വിഷയത്തെ ഓർത്ത് എല്ലാ ദൈവദാസന്മാരെ അവിടെയുള്ള ദൈവമക്കളെ എല്ലാം ഓർത്ത് ദൈവമായ കർത്താവ് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി കർത്താവിന്റെ വേല അവിടെ ഭംഗിയായി ചെയ്തെടുക്കേണ്ടതിന് വേണ്ടി സ്വാതന്ത്ര്യത്തോടു കൂടി കർത്താവിന്റെ വേല ചെയ്തെടുക്കാൻ തക്കവണ്ണം അവിടെയുള്ള ദേവദാസന്മാര് ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ സജിനി സിസ്റ്റർ കുടുംബം, സാലി ജോണാൻറ്റി കുടുംബത്തെ ഓർത്തും അപ്പൊ ഇതിന് നല്ലൊരു അഡ്മിഷൻ ലഭിക്കണം. ആ വിഷയത്തെ ഓർത്ത് നോർത്ത് ഇന്ത്യ ഓർത്ത് ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ, നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, രാവിലെ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഞങ്ങൾക്ക് കൂടി വരുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. കർത്താവിന്റെ ബാധപ്പെടുത്തി കഴിക്കുന്ന 40 ദിവസം മറ്റുള്ള സർവശ്രേഷ്ഠമായിരിക്കും ദൈവത്തെ വാഴ്ത്തുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. അപ്പ അടിയന്റെ പ്രാർത്ഥനയിലെ കുറവുകൾ അവർക്കറിയ കർത്താവ് വിവരങ്ങളിലേക്ക് ആഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ സ്തോത്രം.
സജന ഏൽപ്പിച്ച നമ്മളുടെ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം ദിവസേനയിലുണ്ടല്ലോ. കർത്താവ് നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണം. ദൈവത്തോട് പ്രാർത്ഥി ആത്മീയമായ വളർച്ച കൊടുത്ത് അനുഗ്രഹിക്കണമേ. കർത്താവ് സഹായിക്കണം. ബിസിനസ്സിനുള്ള അനുഗ്രഹിക്കണമേ. ലോൺ അടയ്ക്കാനുള്ള മാർഗങ്ങളെ തുറന്നു കൊടുക്കും. കർത്താവ് സഹായിക്കും. ഞങ്ങളുടെ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. മൊത്ത വലുതേമേ സ്തോത്രം. പോയ വിഷയങ്ങളെല്ലാം എഴുതിയെടുത്ത് അനുകരിക്കപ്പെട്ട ഒരു ഭാവി വയലിന് കൊടുക്കുമാറല്ലോ. അവരുടെ ഭാവങ്ങളിൽ നാഗപ്പെട്ട് വേണം കുഞ്ഞുങ്ങളെ കാത്തുകൊണ്ടത്തോട് പ്രാർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വിഷയങ്ങൾക്കായി സ്തോത്രം. കർത്താവ് നല്ലൊരു അഡ്മിഷൻ വയലിനോട് രണ്ടു കുഞ്ഞുങ്ങളെ ദൈവത്താൽ അനുകരിക്കപ്പെട്ട പൈതങ്ങളാക്കി തീർക്കുവാൻ തക്ക ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് കുടുംബമായിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തെ വാഴ്ത്തുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്ന സാലിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ മകളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി സ്തോത്രം. അനുകരിക്കപ്പെട്ട കൃപകളും കൃപാരങ്ങളും കൊടുത്തതിന്റെ മകളെ അനുകരിച്ചിരിക്കുക. സ്തോത്രം. കർത്താവ് ദൈവ സ്തോത്രം. പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഏൽപ്പിച്ച പ്രാർത്ഥന കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തെ അറിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങളാക്കി പിന്നെ തീർക്കുമാറാൻ കർത്താവപ്പ. ഗുണമായിട്ട് ദൈവത്തെ ആരാധിപ്പാൻ തക്ക ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവപ്പ ആരോഗ്യത്തോടെ ബലത്തോടെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളുമേ. പ്രത്യേകിച്ച് കാലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ അഡ്മിഷൻ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പോകുന്ന സ്കൂളിൽ ഭയങ്കര ഫീസൊക്കെ ആണല്ലോ. കർത്താവ് ലക്ഷങ്ങൾ മുടക്കുവാൻ അത് തന്നെ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു അഡ്മിഷൻ മറ്റൊരു സ്കൂളിൽ ലഭിപ്പാൻ എന്തൊക്കെ ദൈവം സഹായിക്കുമാറാണ്. കർത്താവപ്പ കുഞ്ഞിനെ ദൈവമേ അനുഗ്രഹിക്കണം. എൻ്റെ പോക്കുമരമില്ലാന്ന് വെച്ചാൽ അധികാരികൾ അനുകൂലമാക്കണം. ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിനേക്കാളും ശ്രേഷ്ഠമായ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുവാൻ തക്കത്തിൽ കർത്താവ് കാലവിനെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവം മോനെ പൊതിമാറുണ്ട്. കർത്താവ് പോക്കുമരും എല്ലാം ദൈവം തിരിച്ചോളം പഠിക്കാനുള്ള അനുഗ്രഹം കൊടുക്കണം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമെല്ലാം ദൈവത്തിന് മേഷം കൊള്ളാവുന്നവരാ വളർന്നു വരുവാൻ തക്ക ദിവസമായിരിക്കണം. കർത്താവ് മകളുടെ എല്ലാ ആവശ്യങ്ങളും മേൽ ദിവസാന്റെയും കൂടെ ഇരിക്കുമാറോ പ്രാർത്ഥിക്കുന്ന കർത്താവ് സഹോദരാത്മീയ ഭൗതികമായ ശാരീരികമായ എല്ലാ ആവശ്യങ്ങൾ മേലും കൂടിയാണ് നിന്റെ മക്കളെ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് പാതിവരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ലോകത്തിന്റെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് വളരെ കഷ്ടയിലൂടെ കടന്നു പോകുന്നു. ദൈവസ്തവന്റെ ദേവസ്മാരെല്ലാം വളരെ ദൈവമേ ജീവൻ പണം വെച്ചാണ് എന്റെ വേല ചെയ്യുന്നത് ഓർക്കണമേ. കർത്താവ് അനേകർ ചിലറെ കിടക്കുന്ന കർത്താവേ സ്തോത്രം. അനേകർക്ക് ദൈവങ്ങളെല്ലാം നശിപ്പിച്ച കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത രീതിയിൽ കർത്താവ് സാമ്പത്തിക ശാരീരിക മാനസികമായ അവസ്ഥകൾ നല്ല വിടിക്ക് മാറാൻ നോർത്തിന്റെ വിശേഷവൽക്കരുത് വിശേഷ വിരോധികളെ മാനസാന്തരപ്പെടുത്തുമാറാൻ പ്രാർത്ഥിക്കുന്നു. ഭരണകൂടങ്ങളെ അതിനായിട്ട് ഒരുക്കുമാറാൻ കർത്താവ് നീതിയോടെ ന്യായത്തോടെ ഭരണം നടത്തുന്ന കർത്താവ് ഭരണകൂടം ഞങ്ങൾക്ക് പിന്നെ നൽകി തൻപയത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. എല്ലാ പ്രതികൂലങ്ങളെ അനുകൂലമാക്കാൻ കഴിവുള്ള കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. എന്റെ വേല വളരെ ഭംഗിയായി ചെയ്യാൻ തൊക്കെ ദേവസ്മാരെ ഒരുക്കണമേ. കർത്താവിന്റെ മാനസിക ശാരീരികമായ മാനസികമായ ബുദ്ധിമുട്ടുകൾ വിടിക്കണം. ദൈവമേ ദോഷ വിരോധികൾക്ക് മാനസാന്തരം കൊടുക്കണമേ. പുണ്യപിതാവിനെയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. വയലുകളെ രണ്ട് വേലക്കാരോ ചുരുക്കം ദൈവത്തിന്റെ വനത്തിൽ വായിക്കുമ്പോൾ കർത്താവിന്റെ വയലുകളിലേക്ക് ദൈവമേ നിരസമാരെ ഭയം കൂടാതെ ഇറക്കുവാൻ ദൈവം സഹായിക്കുമാറും പ്രാർത്ഥിക്കുന്നവരും പിന്മാറിപ്പോൻ ദൈവം അനുവദിക്കില്ല. കർത്താവ് ദൈവത്തിന്റെ സ്തോത്രം. വിവരങ്ങളിലേക്ക് അവരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥി എല്ലാവരും കിടക്കുന്ന എത്രയും പുറത്തു കൊണ്ടുവരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. ദൈവമേ പലവിധ പീഡനങ്ങൾ അവർ അനുഭവിക്കുന്നവളെ ഭയത്തിൽ കൂടി അവർ കടന്നു പോകുന്നു. കർത്താവേ സ്തോത്രനാഥനെ സ്തുതിക്കുന്നു. കർത്താവ് അവരോട് കരുണ തോന്നണമേ. നിനക്ക് വേണ്ടി ദൈവമേ അനേകരെ നേടിയെടുക്കുവാൻ തക്കുന്ന വേല ചെയ്യുമ്പോൾ ദൈവമേ സ്തോത്രം. ദൈവമേ എന്റെ ഉള്ളങ്ങളിൽ വായിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. ദൈവമേ അവരെ അനുഗ്രഹിക്കുമാറാൻ കർത്താവ് ദൈവമേ സ്തോത്രം. കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥന പ്രതികൂലങ്ങളെല്ലാം അനുകൂലമായി കൊടുക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇടങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുശേഷ വേലക്കാരെ മറ്റുമായി ഏൽപ്പിച്ച് കേരളത്തിലും ദൈവമേ നിന്റെ വേല തൂമാച്ചി അന്തകതയെ സഹായിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ആവശ്യങ്ങളെ രാജ്യത്തെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. അടിയന്റെ കുറവുള്ളവർക്കാണ് ദൈവം പ്രാർത്ഥിച്ച 3 വിഷയങ്ങളും ദൈവത്തിനെ നീട്ടിപിടിക്കുന്നതിനായ സ്തോത്രം. എല്ലാം യേശുക്രിസ്തുവിന്റെ തന്നെ ആമീൻ 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 ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ട് എല്ലാ വിഷയത്തിന്മേൽ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുക. സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. അടുത്ത നമുക്ക് ബെൻസൺ പാസ്റ്ററും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകം ഇത് സിസ്റ്ററെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ഇത്രത്തോളം അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ചു. ദാസിക്കും ദാസിന് ഇത്രത്തോളം വിടുതൽ കൊടുത്തു. പൂർണ്ണമായ വിടുതൽ സൗഖ്യം കൊടുത്ത് കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ ഉപരിയായി പുതിയ അഭിഷേകത്തോടെ കൃപകളോടുകൂടി ദൈവത്തിന്റെ വേല ചെയ്തെടുപ്പാൻ തക്കവണ്ണം എൻ്റെ കുഞ്ഞുങ്ങളെ വീണ്ടും ദൈവം ബലപ്പെടുത്തേണ്ടതിന് വേണ്ടി ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഓർത്ത് നമ്മുടെ തലമുറകൾ നമുക്കറിയാമല്ലോ. ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥയെല്ലാം നമുക്കറിയാം. ഏതവസ്ഥയിൽ കൂടിയാണ് പോകുന്നതെന്ന് യൗവനക്കാര് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വക്രതയും കോട്ടവുമുള്ള തലമുറകളുടെ മധ്യത്തിൽ അന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി ജീവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തിന്റെ നാമത്തിന് മഹത്വവും ഉയർച്ചയുമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ബെൻസൺ പാസ്റ്റർ കുടുംബം, നമ്മുടെ തലമുറകള്, നമ്മുടെ കേരളത്തെ ഓർത്തും യൗവനക്കാരായ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവിന്റെ പ്രഭാതനടിയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എല്ലാത്തിന്റെ പാദത്തിൽ ഒരിക്കൽ കൂടി വിഷയങ്ങളുമായി താണു വരുവാൻ ദൈവമായി നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ സമർദ്ദത്തിന്റെ ജീവിതത്തിലെ കുറവുകളൊന്നപ്പ
ഈ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ തടസ്സമായിരിക്കാൻ ദൈവം അനുവദിക്കരുന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാലങ്ങൾ സൂക്ഷിക്കണം, പരിപാലിക്കണമേ. ബിസിനസ്സിനെ കുടുംബമായിട്ട് ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാണ്. ദൈവം അനുഗ്രഹിക്കണമേ. തന്റെ ദാസിക്ക് വിടുതലിനായി എത്ര ശ്രദ്ധിച്ചാലും മന്നിച്ചാലും മതി. വലിയ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവ്. ശരീരങ്ങളെ ബലപ്പെടുത്തുന്നവേ, ഹല്ലേലൂയ. തൊട്ട് പ്രയാസങ്ങളെ ശരീരത്തിലെ മനസ്സിനെ അലട്ടുവാൻ ദൈവമേ അനുവദിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുത്ത വിടുതൽ അപ്പ ഞങ്ങളുടെ വലിയ കരുണയും ദൈവം കൊണ്ട് മാത്രം ഞങ്ങളുടെ ദാസിയായിരിക്കുന്നു. ദൈവമേ, വീണ്ടും തന്റെ ദാസിയെ ആത്മീയ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ ദിവസം സഹായിക്കണം. കഴിഞ്ഞ നാളുകളിലേക്ക് ഉപരിയായി അപ്പാച്ച ആമേൻ ഹാലേലൂയ കരുത്തും ബലവും ശക്തിയും പകർന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന കല്ലിലെ നല്ലൊരു ആയുധമാക്കി ദൈവം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന താവേ. ദൈവമേ കാലിന്റെ എല്ലാ മുറിവിനെയും ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഹാലേലൂയ. കാലിന്റെ മുറിവിലുള്ളവരിലേക്ക് ഞങ്ങളുടെ വചനം ഗ്രഹിച്ച് ചെയ്യണമേ. മുറിവുകളെല്ലാം ഉണക്കി കർത്താവേ ദൈവമാതോടെ കൊടുത്ത കാല ദൈവമേ ഹാലേലൂയ. മരിയാണ് ആമേൻ കാലിനെ ചവിട്ടി കർത്താവിനെ ആരാധിക്കാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമേ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യാതൊരു ദോഷമോ ദിവസത്തെയും കർത്താവെ ശരീരമായിട്ടില്ല അസ്വസ്ഥകൾ തന്റെ ദാസിനെയും ഹല്ലേലൂയ പാരപ്പിച്ച ഒരുപാട് വേദനകൾ അനുഭവിച്ചെങ്കിലും അപ്പ ഇനി യാതൊരു ശരീരത്തിനോ മനസ്സിനോ ഉദര സംബന്ധിച്ചതായ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊന്നും കടന്നു വരുവാൻ അനുവദിക്കുന്ന കർത്താവ് ശിരസിനുള്ള കാലൂര ഘടകരം തൊട്ട് കർത്താവ് സർവനാടികളെ ഞരമ്പോളും അധ്യാസ്തി മാംസം കർത്താവ് ആന്തരിക അവഗണമേ ഇല്ല. ദൈവത്തിന്റെ വേഗത്തിലുള്ള വചനം ക്രിയ ചെയ്യുമാറാകട്ടെ. കർത്താവെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. യഹോവയുടെ ആണിപ്പിടുന്നുള്ള കരം തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. ഏൽപ്പിച്ച് പ്രാർത്ഥന ദാസിന് കൊടുത്തത് കർത്താവ് ആസ്തികളെല്ലാം ബലമുള്ളതാക്കി തീർക്കണമേ. യാതൊരു അസ്വസ്ഥന്റെ ദാസന്മാരായിട്ടുവാൻ ദൈവം സമ്മതിക്കരുത്. ആത്മീയ ശുശ്രൂഷയിൽ ദൈവമേ തളർന്ന പോലെ ക്ഷണിച്ചു പോലെ ഇത്രത്തോളം നിലനിർത്തിനായ സ്തോത്രം. നീ ഒരു വിശാലത ദൈവ ശുശ്രൂഷയിൽ ദൈവത്തിനുമെന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പോക്കവരിലെല്ലാം ദിവസാനത്തും കൂടിയിരിക്കണം. ഹാലേലൂയ. അവരെ ഏൽപ്പിച്ച എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളും ദിവസാനത്തിൽ ഉണ്ടാകണമെന്നുണ്ട് ഞങ്ങളോട് പ്രാർത്ഥിക്കാണ് കർത്താവെ. സഭയോട്ട് പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷിക്കുന്ന ആന്റിയോട്ട് പ്രാർത്ഥിക്കുന്നു, തലമുറകളെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. മാതാപിതാക്കൾ കാണിച്ച പാതവൻ വിറ്റ് ദൈവത്തിനാലും പ്രയോജനമുള്ള മക്കളായി വളരുവാൻ ദൈവം സഹായിക്കണം. സഭയ്ക്ക് കുടുംബത്തിന് ദേശത്തിന് അപ്പ അനുഗ്രഹമുള്ള തലമുറ തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹാലേലൂയ. ദൈവനെ കർത്താവെ ഞങ്ങളുടെ തലമുറകളെല്ലാം ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാണ് കർത്താവെ. ദൈവനിക്ക് ദുഷ്ടത അറിഞ്ഞ ലോകത്തിൽ കർത്താവിന്റെ പിന്തുണാരും പ്രാർത്ഥിക്കുന്നു. ദൈവർക്ക് ബുദ്ധിമുട്ടുകളെ പ്രകാശിപ്പിക്കുന്ന നല്ല കാര്യങ്ങളും ചുത്ത കാര്യങ്ങളും ഗ്രഹിപ്പാളുകൾ കൊടുക്കണമേ. നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് മുറുകെ പിടിച്ചേർമനാഥന്റെ മുൻമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ എന്റെ ദൈവം സഹായിക്കണമേ. വയൽവെഴുതുവാൻ ദിവസം സമ്മതിക്കരുത് കർത്താവേ. ദൈവം വീണ് പോകാൻ ദിവസം സമ്മതിക്കരുത് കർത്താവേ. ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കാത്തുകൊണ്ടമേ പരിപാലിക്കണമേ. കർത്താന്യായ കൂട്ടിയുള്ള ബന്ധങ്ങളിൽ ദൈവമേ സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. നല്ല ബന്ധങ്ങൾ മാത്രമേ എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുള്ളൂ കർത്താവ്. ദൈവത്തിനും കർത്താവ് സഭയ്ക്കൊക്കെ എന്തെങ്കിലും അനുഗ്രഹമായി തീരുവാൻ അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവമേ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവമേ ഹാലേലൂയ മാതാപിതാക്കളെ കർത്താവ് വളർത്തിക്കൊണ്ട് വരുമ്പോൾ ദൈവം അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകാതെ അരുമനാഥന്റെ മുൻപത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. സ്തോത്രം. കേരളത്തെ പ്രാർത്ഥിക്കുന്നു. യുവാക്കളെ ദൈവങ്ങളെ ഏൽപ്പിക്കുന്ന യുവതികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മൊത്തത്തിനുമായി മുന്നോടിമപ്പെട്ട് കർത്താവെ സുബോധം നഷ്ടപ്പെട്ട് കർത്താവെ മാതാപിതാക്കളെ രക്തബന്ധത്തെ തിരിച്ചറിയാൻ കഴിയാതെ കർത്താവെ അവരുടേതായ ദൈവമേ ലോകത്തിലെ അവലംബങ്ങളിലേക്ക് ഓടിമറിയുന്നൊരവസ്ഥയാണ് കർത്താവെ. നല്ലതെന്നോ ദൈവമേ ചെയ്തതെന്നോ തിരിച്ചറിയാൻ കഴിയാതെ അവർ കർത്താവെ ആടിയൊലിയുന്ന അവസ്ഥയിലായിരിക്കുന്നു കർത്താവെ. ോട് ദൈവാത്മാവ് നിലകൊണ്ടവേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. പ്രകാരം മാതാപിതാക്കൾ വളരെയധികം അവസ്ഥയാണ് കർത്താവെ. ദൈവത്തിന്റെ നാടെന്ന് വിദേശങ്ങളെ വിശേഷിപ്പിച്ച കേരളം ഇപ്പോൾ സാധാരണ നാടായി തീർന്നു. അപ്പൊ അതിന്മേൽ ദൈവം ഓരോന്ന് നേരിടണമേ. പൈശാചിക പോരുകളെല്ലാം ദൈവം ബന്ധിച്ചകറ്റിക്കൊണ്ട് വലിയൊരു ദൈവപ്രവൃത്തി കേരളത്തിലൂടെ ഭയവരുകളൊന്നും പ്രാർത്ഥിക്കുന്നു. അധികാരമുള്ള ദൈവാത്മായിട്ട് വേണ്ട മുഖ്യമന്ത്രി കർത്താവെ ഭരണാധികാരികള് ദൈവമേ ഹാലേലൂയ. ഇതൊക്കെയും ഹാലേലൂയ ഹാലേലൂയ അപ്പൊ ചാതിന്മേലൊക്കെ ദൈവം നീട്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവമേ ഹാലേലൂയ ഞങ്ങളുടെ ഹാലേലൂയ യാതൊരു ഭേദമന്യ കർത്താവ് എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ദൈവത്തിന്റെ കരമൊന്ന് ചലിക്കണം. ഒന്നും വിടറി പോകാനോ നഷ്ടപ്പെട്ടു പോകാനോ ഇവിടെയാക്കാതെ ദൈവത്തിന്റെ പൊൻകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാണ് കർത്താവ്. വിടുതലിന്റെ കരം നീട്ടിയാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. മഹത്വന്റെ പിതാവിനെ ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ന്യായ സ്തോത്രം മറുപടി തന്നിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് വിഷയങ്ങളിലെല്ലാം അത്ഭുതം പ്രവർത്തിച്ചതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം.
ഇനി അടുത്ത വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ എക്സാം എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കുഞ്ഞുങ്ങളെല്ലാം ദൈവമായ കർത്താവ് ബലപ്പെടുത്തണം. സ്വർഗത്തിലെ ജ്ഞാനത്താൽ ദൈവം നിറയ്ക്കണം. നല്ലവണ്ണം പഠിച്ച് നല്ലവണ്ണം എക്സാം എഴുതി ഉന്നതമായൊരു വിജയം കുഞ്ഞുങ്ങൾക്ക് വേണം. ശത്രുവായനൊരു തരത്തിലും അവരെ ഹൃദയങ്ങളിൽ പ്രവർത്തിപ്പാനോ വേണ്ടാത്തൊരു ചിന്തകളിലേക്ക് പോകുവാനൊന്നും അനുവദിക്കാതെ അവരെ പോക്കിലും വരവിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം കൂടിയിരിക്കണം. എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മുടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ്, എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാ ദേവദാസന്മാരെയും ദാസിമാരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അനേകർക്ക് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ വിടുതലും ആശ്വാസവുമായി തീരുവാനും ദൈവത്തിന്റെ നാമം ഇതിലൂടെ മഹത്വം എടുക്കുവാനും അനേകർ ഇതിലേക്ക് വീണ്ടും കടന്നു വന്ന് ഇതിൽ സംബന്ധിച്ച് വിടുതൽ പ്രാപിപ്പാനും അനുഗ്രഹം പ്രാപിപ്പാനും ആത്മീയമായൊരു വളർച്ച പ്രാപിക്കുവാനും ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള എല്ലാ ദേവദാസന്മാരെയും ദൈവമക്കളെയും കുടുംബമായിട്ട് തലമുറകളായിട്ട് നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ഈ പ്രാർത്ഥന ഒരിക്കലും വൃഥമായി തീരുവാനും ഒരു ചടങ്ങായി തീരാതെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ വളർച്ച പ്രാപിക്കുവാനും നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനും ദേവദാസന്മാരുടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുവാനും ഓർത്ത് ആ വിഷയങ്ങളെ ഓർത്ത് ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം വാഗ്ദത്തങ്ങളെ വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പ്രഭാതത്തിൽ വീണ്ടും അപ്പച്ചന്റെ പാദപീഠത്തിലേക്ക് വരുന്നു. സ്വർഗം തന്റെ സിംഹാസനം, ഭൂമി തന്റെ പാതയോടുമായിരിക്കാതെ ഈ പാതപീഠത്തിരുന്നു കൊണ്ട് ഓരോ നിമിഷവും അവിടത്തേക്ക് പ്രസാദമുള്ളവരായ ഞങ്ങളുടെ വിഷയങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ. പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണേ. ഒരു പഠിച്ച് നല്ല വിജയം കണ്ട് ദൈവത്തെ സ്തുതിപ്പാനുള്ള കൃപ അവിടുന്ന് നൽകണേ. കർത്താവേ, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാക്കി തീർക്കണേ. അവർക്ക് ബുദ്ധിയും ജ്ഞാനവും അറിവും നൽകണമേ. കർത്താവേ, പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദേവദാസന്മാരെയും കുടുംബത്തെയും എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണേ. കർത്താവേ, നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രായപ്പാള കൃപ അവിടുന്ന് നൽകണേ. എൻ്റെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, ഈ പ്രസ്താവന അനുഗ്രഹമാക്കി തീർക്കണേ. മറ്റുള്ളവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് കർത്താവെ അവരുടെ ജീവിതത്തിൽ വിടുതലും അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി ഏൽപ്പിക്കുന്നു. ദൈവമേ, അവിടുന്ന് ചെയ്യുന്ന എല്ലാ ഉപകാരത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളെയും താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ തക്കോണം ദൈവമായ കർത്താവ് അടിയനയുടെ ആക്കിയതിനായിട്ട് സ്തോത്രം. അവസരം തന്ന പാസ്റ്റർക്കും കുടുംബത്തിനും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. വീണ്ടും പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തോത്രം. വീണ്ടും പ്രഭാത സമയത്ത് അങ്ങയുടെ പാതവിടെ കടന്നു വന്ന് എൻ്റെ അപ്പച്ചനെ പാടി സ്തുതിപ്പാൻ തക്കോണം, അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കോണം ദൈവമായ കർത്താവ് ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്കൊരു അവസരം തന്നു. രാത്രിയിൽ കിടന്നുറങ്ങി സുഖമായ ഉറക്കം തന്നു. പ്രഭാതത്തിൽ ഉണരുവാനും എല്ലാം ഞങ്ങളുടെ ആയുസ്സിനെ ദൈവം ദീർഘമാക്കിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കുടുംബമായിട്ട് തലമുറകളായിട്ട് അപ്പച്ചന്റെ പാതപീഠത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടി സമർപ്പിക്കുന്നപ്പ എല്ലാ കുഞ്ഞുങ്ങളെയും കുടുംബമായിട്ട് തലമുറകളായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ കൃപ തരണം. ഞങ്ങളുടെ വായിലെ വാക്കുകൾ, ഹൃദയത്തിലെ ധ്യാനമെല്ലാം എൻ്റെ അപ്പച്ചന് പ്രസാദകരമായി തീരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം ഓരോരുത്തരും ഓരോ കാര്യങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. യാത്ര ചെയ്യുന്ന എല്ലാവരെയും എൻ്റെ അപ്പച്ചന്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുമെന്ന് ഞങ്ങളുടെ വചനപ്രകാരം ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും ദൂതന്മാരെ കാവലും എൻ്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, പ്രത്യേകം ഞങ്ങളുടെ തലമുറകളെ ഒരു പ്രാവശ്യം കൂടി സമർപ്പിക്കുന്നു. അപ്പൊ ഭവനത്തിലും ദൂരത്തുമായിട്ട് ജോലിക്കായി ഞങ്ങളുടെ വേലയ്ക്കായി കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പഠനത്തിനായി കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എവിടെയായിരുന്നാലും എൻ്റെ അപ്പച്ചന്റെ തങ്കച്ചിറകടി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമേ. അപ്പൊ ആത്മീയമായ ഉയർച്ച, വളർച്ച നൽകി ഞങ്ങളുടെ നാമത്തിന് മഹത്വവും ഉയർച്ചയുമാക്കി. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ വരവിന് വേണ്ടി നോക്കി പാർക്കുവാൻ തക്കവണ്ണം എൻ്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം കൃപ കൊടുക്കണം. പരിശുദ്ധാത്മാവ് അതിനായി സഹായിക്കണം. രക്ഷിക്കപ്പെടാത്ത കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെടാത്ത കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ട്, അഭിഷേകം പ്രാപിക്കാത്ത കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ച്. ഹല്ലേലൂയ. എല്ലാവിധത്തിലും അനേകർക്ക് സാക്ഷ്യമായി, മാതൃകയായി, അത്ഭുതമായി തീരുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, വിവാഹം കഴിക്കാത്ത കുഞ്ഞുങ്ങൾ
വിവാഹം കഴിച്ച കുഞ്ഞുങ്ങൾ എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ചാഹലേയ. എൻ്റെ അപ്പന്റെ പത്രങ്ങളാക്കി എൻ്റെ അപ്പന്റെ ഹൃദയപ്രകാരമുള്ള നല്ല കുഞ്ഞുങ്ങളാക്കി തീർക്കണം ദൈവമേ. വീണ്ടും ഹല്ലേലൂയ ഞങ്ങളുടെ വചനത്തിൽ നിന്ന് പറയുവാന്നൊക്കെ എൻ്റെ ദാസിനെ ബലപ്പെടുത്തണം അപ്പ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇട്ടിരിക്കുക. സ്തോത്രം അനുമോത്ത് എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. അനുഗ്രഹമായി പ്രാർത്ഥന ലീഡ് ചെയ്യുവാന് റോമൻ സിസ്റ്റേഴ്സ് കർത്താവ് സഹായിച്ചല്ലോ. ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം. എല്ലാ വിഷയങ്ങളും ഓർത്ത് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടു. ദൈവ വിഷയങ്ങൾക്ക് മറുപടി അയച്ച് കർത്താവ് നമ്മുടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിന് ഏറ്റവും അനുഗ്രഹമായി തീരാൻ പോകുന്നതിനാൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. 2-3 കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറഞ്ഞു. സിസ്റ്ററെ ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല, എന്നാൽ ഞാൻ ഒന്നുകൂടെ പറയുക. നമുക്ക് അവസാനം എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനേക ദൈവദാസന്മാരും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയി. മോഹൻ സിസ്റ്റർ പറഞ്ഞെന്ന് പറഞ്ഞാൽ അനേക ദൈവദാസന്മാരുടെ മാതാപിതാക്കളെ നാട്ടിൽ ഒത്തിരി ബുദ്ധിമുട്ടിക്കുകയാണ്. പല ദൈവദാസന്മാരുടെയും മാതാപിതാക്കളെ നാട്ടിലെ ബുദ്ധിമുട്ടുകൾ കടന്നു. അതുകൊണ്ട് ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മുടെ സൈനി ശിഷ്യന്റെ വിഷയം, നമ്മുടെ പ്രാർത്ഥന തൊഴിൽ പ്രേയർ ലൈൻ ഈ തണൽ തുടങ്ങി അന്ന് മുതൽ സൈനി ശിഷ്യൻ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ ഓർത്ത്. ആ വിഷയങ്ങൾ ഈ ദിവസങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആത്മാർത്ഥതയോടെ നമ്മൾ വീട്ടിലൊക്കെ ആയിരിക്കുമ്പോഴും പ്രാർത്ഥിക്കണം. സൈനി ശിഷ്യന്റെ വിഷയത്തിൽ ഒരു മറുപടി കർത്താവ് അത്ഭുതം ചെയ്യണം. തണൽ ഈ പ്രാർത്ഥന തുടങ്ങി അന്ന് മുതൽ ഈ സഹോദരി നമ്മുടെ വിഷയം നമ്മളോട് പറയുന്ന ആ വിഷയത്തിന് ഈ ദിവസങ്ങളിൽ ഒരു മറുപടി അയക്കണം. അതുപോലെ നമ്മുടെ ഓമന സിസ്റ്റർ ഉണ്ട്, കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കണം. ആ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും ഇന്ന് ഭവനത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഇടയ്ക്കഴും ഉച്ചയ്ക്ക് കടന്നുറങ്ങുമ്പോഴൊക്കെയും നമ്മുടെ ഈ സഹോദരിമാരുടെ വിഷയങ്ങൾ നോർത്ത് ഇന്ത്യ ഓർത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ച സഹോദരിക്ക് എല്ലാ വിഷയങ്ങളും പ്രാർത്ഥിച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് തുടർന്ന് സഹായിക്കട്ടെ. ഒരു ചെറിയ വാക്യം വായിക്കുന്നതിന് മുമ്പേ ഞാൻ ഒരു പാട്ട് എൻ്റെ ഹൃദയത്തിൽ വന്ന് ഞാനൊന്ന് പാടി. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. തിരുക്കരത്താൽ വാഹിച്ചു എന്നെ തിരുഹിതമ്പോൾ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണുപോൽ അനുദിനം നീ പണിയണമേ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. നമ്മുടെ പ്രാർത്ഥനാ തുനിയുടെ നമ്മുടെ രാവിലത്തെ ഈ പ്രാർത്ഥന ഏറ്റവും അനേക വിഷയങ്ങൾ കർത്താവ് ദിവസങ്ങളിൽ മറുപടി വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിപ്പാൻ. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം തീർച്ച, നമ്മുടെ കർത്താവ് ജീവിക്കും. നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നവൻ. അതുകൊണ്ട് നമ്മൾ ഈ ആഗ്രഹത്തോടെ രാവിലെ വന്ന് ദിവസേന ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അത് നമുക്കെല്ലാം ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നതുകൊണ്ട് നമുക്ക് തുടർന്ന് ദൈവം സഹായിക്കാം. ഈ രാവിലെ ഞാൻ ഒരു വാക്യം വായിക്കാൻ അയക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അതിനെ അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുവമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ നട്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. അത് ഒത്തിരി വലിയൊരു വിഷയമാണ്. ഞാൻ അതൊന്നും ചിന്തിക്കാൻ ഈ പാൽക്കാലം ആഗ്രഹിക്കുന്നില്ല. വേദപുസ്തകം സുവിശേഷങ്ങളിൽ ലൂക്കോസിന്റെ സുവിശേഷം നല്ലവണ്ണം എല്ലാ രീതിയിലും കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ളൊരു സുവിശേഷം. കാരണം വൈദ്യനായ അതിനകത്ത് എൻ്റെ ഒരു ബ്രദറുകാരുടെ ബൈബിൾ, എൻ്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പ്രിയ വൈദ്യനായ ലൂക്കോസ് എന്ന്. അതെനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ലൂക്കോസ് എനിക്ക് സുവിശേഷങ്ങളിൽ എഴുതിയേക്കുന്നതിൽ ഒരു നല്ല
പഠിച്ചെഴുതിയിട്ടുള്ള ഒരു മനുഷ്യൻ ലൂക്കോസിന്റെ സുവിശേഷങ്ങളിൽ ലൂക്കോസിന്റെ സുവിശേഷം. ഉടനെ ആ സുവിശേഷങ്ങളിൽ ലൂക്കോസ് എഴുതിയേക്കുന്ന ഒരു വാക്യമാണ്, അനുഭവിച്ചറിഞ്ഞൊരു വാക്യം. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിച്ചു തരണമെന്ന് അപ്പോസ്തലന്മാരുടെ ആവശ്യം. കൂടെ നടക്കുന്ന അപ്പോസ്തലന്മാരാ, അത്ഭുതങ്ങൾ കണ്ട് നടക്കുന്ന അപ്പോസ്തലന്മാരാ, രോഗശാന്തി കണ്ട് നടക്കുന്ന അപ്പോസ്തലന്മാരാ കർത്താവിനോട് പറയുന്നു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു. നമ്മളെല്ലാം വിശ്വാസികൾ എന്ന പേരല്ലേ, നമ്മളെല്ലാം പേരുകളെല്ലാം നമ്മളെ വിശ്വാസികളായ നമ്മളെല്ലാവരും നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവേ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ഞങ്ങളുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ വല്യപ്പച്ചൻ അപ്പച്ചനും അമ്മച്ചയുടെ എല്ലാ വിഷയം. എന്നാല് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ നമ്മുടെ വിശ്വാസം ഇതൊന്ന് വർദ്ധിപ്പിച്ചു തരണമെന്ന്? അപ്പോസ്തലന്മാർ കർത്താവിന്റെ കൂടെ നടന്ന് ശിഷ്യന്മാര് കൂടെ നടന്ന് 5 അപ്പം കൊണ്ട് 5000 പേര് പോഷിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കുഷ്ഠരോഗികൾ സൗഖ്യമാക്കുന്നുണ്ട്, രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്, മുടന്തരെ നടക്കുന്ന കണ്ടിട്ടുണ്ട്. എല്ലാം നടന്നിട്ടുള്ളവരും അപ്പോസ്തലന്മാർ കർത്താവിനോട് പറയുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണം. ദൈവമക്കൾ, ഈ കാലങ്ങളിൽ നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമോ ഉടനെ ചിലരായിരിക്കും അച്ചായൻ അവിടുന്ന് പറയാം അമേരിക്കയിലാന്ന് പറഞ്ഞാലും ഒത്തിരി ബുദ്ധിമുട്ടി കൂടെ കടന്നു പോകുന്ന ദിവസങ്ങളിലായി എല്ലാ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും. ഇസ്രായേലിലെ പ്രശ്നങ്ങൾ ഭയങ്കര പ്രശ്നങ്ങൾ ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക. അറബ് രാജ്യങ്ങളെല്ലാം എതിരായിട്ടിരിക്കുക. എന്തോ ഒരു സംഭവിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അമേരിക്ക തന്നെ ഭരണാധികാരികൾ കാണിക്കുന്ന ഇതൊക്കെയാണെങ്കിലും ഭയങ്കര പ്രശ്നത്തില്ല. അതുകൊണ്ട് കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഈ ദിവസങ്ങളിലെ സമർപ്പണം, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. എന്തിന്? നമ്മുടെ ഈ നശ്വര ലോകത്തിൽ, ഈ ലോകത്തിൽ ഇനി പ്രശ്നങ്ങൾ വരാനേ ഉള്ളൂ. പ്രശ്നങ്ങൾ വരാൻ പോകുന്നു, പ്രതിസന്ധികൾ വരാൻ പോകുന്നു. കേരളത്തിലെ പത്രങ്ങളും ന്യൂസുകളും വായിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധികൾ ദിവസം കേരളത്തിൽ വർദ്ധിച്ചു വരിക. എന്നാൽ നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നമുക്ക് കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. എന്തിനെ? നമുക്ക് ഈ ലോകത്തിൽ ജീവിപ്പാൻ, കർത്താവിന്റെ വിശ്വസ്തയോടെ ജീവിപ്പാൻ, നിത്യതയ്ക്കുള്ളിൽ എത്തിച്ചേരുവാൻ. ഈ ജഡീയ ലോകത്തില് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ഭാരങ്ങളും വരും. അതിന് ജയകരമായ ഒരു ക്രിസ്തീയവും നയിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുവാൻ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം എന്നൊരു പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ നമ്മുടെ ആവശ്യമായി. ഈ രാവിലെ നമുക്ക് അങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് നടത്താം. അപ്പോസ്തലന്മാർ കർത്താവിനോട് പറയുന്നു കർത്താവേ ഞങ്ങളുടെ ഗുരു ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിച്ചു. ഈ രാവിലെ നമുക്കൊരു സമർപ്പണാനുഭവത്തിലേക്ക് കടന്നു പോകാൻ സഹായിക്കുമോ? എത്ര പേർക്ക് ഈ പൽക്കാലം സഹായിക്കും? എത്ര പേർ അതിനു വേണ്ടി പ്രാർത്ഥിക്കും? പ്രശ്നങ്ങളും ഭാരങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ നമുക്ക് ആ വിഷയങ്ങൾക്ക് ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിച്ചു വരുന്നതിന് വേണ്ടി ഒരു സമർപ്പണ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഏറ്റവും അനുഭവകരമായി. അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരും. ഈ രാവിലെ ദൈവത്തേക്ക് നമുക്ക് നോക്കാം. നമുക്ക് പ്രത്യേകിച്ച് ബിന്ദു സിസ്റ്റർ, ബെൻസ് ഭാഷ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വിഷയങ്ങളുണ്ട്. അവരുടെ വിഷയം നമുക്ക് വിശ്വാസം വർദ്ധിക്കണം. അവർ ഈ ദിവസങ്ങളിൽ അത്ഭുതത്തോടെ നടന്ന് നമ്മുടെ ഈ പ്രാർത്ഥന അതിലൂടെ പ്രയറിനെ ഏറ്റവും അനുഗ്രഹമാക്കി തീരും. സിസ്റ്ററൊക്കെ ആണെങ്കിലും ലേഡീസ് മീറ്റിംഗ് ഒക്കെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റർ. പക്ഷേ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു തരണം. എന്താ എളുപ്പം സഹോദരി എണ്ണീറ്റ് നടന്ന് നമ്മുടെ ഈ ശുശ്രൂഷകളെല്ലാം ചെയ്ത് ലേഡീസ് മീറ്റിംഗ് ഒക്കെ അനുഗ്രഹം അനേകം പേർക്ക് ഇടുന്നതിന് സഹായിക്കും. നോർത്ത് ഇന്ത്യ വലിയ ഉണർവിന് വേണ്ടി കർത്താവ് ദിവസങ്ങളിൽ അതിന് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പെടും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അങ്ങനെ ആയിത്തീരുന്നു. ഞാൻ കർത്താവ് നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായി തരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണേ. അതുപോലെ എല്ലാ വിഷയങ്ങളും, രോഗികളായി ഭാരപ്പെടുന്ന വിഷയങ്ങൾ, അങ്ങനെ പലവിധ വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഒരു പൽക്കാലം നമുക്ക് ദൈവസേനയെ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മൾ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് നമുക്ക് കർത്താവെ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചാണ്. വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് വിശ്വസ്തയോടെ കർത്താവിന് സന്നിധിയിൽ ഈ ദിവസങ്ങളിൽ നിൽപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, മനോഹരമായ രാവിലെ സമയത്തിനായി സ്തോത്രം. അനേക വിഷയങ്ങൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവ് കേട്ടു മറുപടി അയച്ചതിനായി സ്തോത്രം. ദൈവമേ, അനുഗ്രഹമായ പാട്ടുകൾ പാടുവാൻ പ്രിയ സഹോദരിയെ ബലപ്പെടുത്തി. കർത്താവേ, ദൈവത്തിന് സ്തോത്രം, മഹത്വം. കർത്താവെ, പാട്ടുകളിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചല്ലോ. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. അതിനുശേഷം കർത്താവെ, പ്രിയോമനുഷ്യ സഹായിച്ചല്ലോ പ്രാർത്ഥിപ്പാൻ, അനേക വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ. പ്രത്യേകിച്ച് ഞങ്ങൾ കർത്താവെ തുടങ്ങി അന്ന് പോലെ കർത്താവെ ഇതിനകത്ത് കടന്നു വന്നവരുണ്ട്. പ്രത്യേകിച്ച്
ജോയലിന്റെ വിഷയത്തിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ ഇന്ന് പൽക്കാല മിനിസ്റ്ററെ കാണാൻ പോകുമ്പോൾ അതൊരു കർത്താവ് അത്ഭുതമാക്കി തീർക്കും. കർത്താവ് രാജാക്കന്മാരായ കർത്താവ് അധികാരികളോട് സംസാരിപ്പം പ്രിയ സഹോദരന്റെ നാവുകളോട് കൂടിയിരിക്കണേ. ദൈവദൂതനെ ഇറങ്ങി അവരുടെ വിഷയങ്ങൾക്ക് മറുപടി അയക്കണേ കർത്താവ്. അതുപോലെ കർത്താവ് വിശേഷന്റെ വിഷയത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുടുംബമായിട്ട് കർത്താവിനെ ആരാധിപ്പാൻ അവരെ സഹായിക്കണേ അപ്പച്ച. അവരുടെ വിഷയങ്ങൾക്ക് മറുപടി അയക്കണേ അപ്പച്ച. അതുപോലെ കർത്താവ് കുടുംബമായിട്ട് കർത്താവ് ഇതിനകത്ത് ആരാധിക്കാൻ ഏകയായിട്ട് ആരാധിക്കുന്നവരുണ്ട് കർത്താവ്. എന്നാൽ പിന്നെയും പറയാതും കഴിയാതെ ബുദ്ധിമുട്ടിൽ ഭാരത്തിൽ കഴിയുന്നവരുണ്ടല്ലോ കർത്താവ്. എന്റെ വിഷയം ആരോട് പറയുമെന്ന് ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടല്ലോ കർത്താവ്. തലമുറയുടെ വിഷയങ്ങളിൽ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ പരീക്ഷ 12ാം ക്ലാസ്സിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും 2-3 പരീക്ഷ കൂടെ ഉണ്ട്. കർത്താവ് സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങളുടെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമേ നീ മനസ്സിലാണ് കർത്താവ്. വലിയൊരു ഉണർവ് ദിവസങ്ങളായിരിക്കണം കർത്താവ്. ഞങ്ങളുടെ ദേവദാസന്മാർക്ക് പലർക്കും അവരുടെ വീടുകളിൽ കർത്താവ് റെന്റിന് പോലും കിട്ടാതെ കർത്താവിന്റെ വില ചെയ്യാൻ തടസ്സപ്പെടുന്നുണ്ട് കർത്താവ്. പല ദേവസ്വന്മാരുടെ കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് കർത്താവ്. ദൈവമേ നീ സഹായിക്കണം കർത്താവ്. നീ വഴികളെ തുറക്കണം കർത്താവ്. രോഗത്താൽ ഭാരപ്പെടും ഞങ്ങളുടെ ദേവദാസന്മാരുണ്ട് കർത്താവ്. നീ സഹായിക്കണം കർത്താവ്. വഴിയും വാതിലും തുറക്കണം കർത്താവ്. ആവശ്യമാറിയിരിക്കുന്നുണ്ട് കർത്താവ്. സാമ്പത്തിക വിഷയത്തിൽ ബുദ്ധിമുട്ടുന്ന ദേവദാസന്മാരുണ്ട് കർത്താവ്. മനുഷ്യരണം കർത്താവ്. ഞങ്ങളുടെ ഈ രാവിലത്തെ പ്രാർത്ഥനാധുനിയുടെ പ്രെയർ ലൈൻ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. പ്രത്യേകിച്ച് ബിന്ദുശിഷ്ടനായി പ്രാർത്ഥിക്കാൻ എല്ലാ വേദനകളും മാറണം കർത്താവ്. സൗഖ്യദായകനെ ഞങ്ങളുടെ അടിപ്പണികളുടെ തൊട്ട് നമ്മളെ സൗഖ്യമാക്കണേ. ബെൻസുഭാഷയുടെ കൈക്കായി പ്രാർത്ഥന കർത്താവ് വിട്ടിവിക്കണേ. അത്ഭുതകാരൻ തൊട്ട് സൗഖ്യമാക്കണം കർത്താവ്. തുടർന്നും കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന ഇതിലൂടെ എല്ലാ ചാപ്റ്ററുകൾക്കായി സ്തോത്രം. കേരളത്തിലുള്ള ചാപ്റ്ററുകൾക്കായി സ്തോത്രം. ഗൾഫ് നാടുകളിലുള്ള ചാപ്റ്ററുകൾക്കായി സ്തോത്രം. അമേരിക്ക കാനഡയിലുള്ള ചാപ്റ്ററുകൾക്കായി സ്തോത്രം. UK ചാപ്റ്ററുകൾക്കായി സ്തോത്രം. കർത്താവ് സഹായിക്കണം അപ്പച്ച. നീ അല്ല ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ ഏകതയും നീയോട് നിന്റെ മുഖത്തൊക്കെ ഞങ്ങൾ നോക്കുക കർത്താവ്. ലജ്ജിക്കപ്പെടുവാൻ ഇടയാലും കർത്താവ്. ഞങ്ങളുടെ കർത്താവെ പ്രാർത്ഥനയ്ക്കുള്ള വിഷയങ്ങൾക്ക് മറുപടി അയച്ചു ഈ ദിവസങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുവാൻ സഹായിക്കും. രോഗഭാരത്താലായിരിക്കുന്നവര് സാമ്പത്തിക വിഷയത്തിൽ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്നത് കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ പൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനും മറുപടി അയക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൂട്ടായ്മയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും നമ്മളെല്ലാവരോടും കൂടി ഇന്ന് പ്രാർത്ഥിക്കുക എല്ലാ വിഷയത്തിനും കർത്താവിന്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. മറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഓക്കെ, അലക്സങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗാനങ്ങൾ ആലപിച്ച പ്രിയ സിസ്റ്റർ പ്രാർത്ഥിച്ച ഓമനയാലി പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ സഹാരികൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. വീണ്ടും നമുക്ക് പ്രാർത്ഥനയിൽ മുന്നേറാം. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്.